Good afternoon, all. Good afternoon, ma'am. Good afternoon. Okay, good afternoon. നമ്മള് an overview ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോ ഓവർവ്യൂവില് കുറച്ച് സ്റ്റാർട്ടിങ് നമ്മൾ എടുത്തായിരുന്നു. ജസ്റ്റ് വായിച്ചു നോക്കിയിട്ടുണ്ടാവും അല്ലേ? എവിടം വരെയാണ് എടുത്തത്? ഹലോ, ഓർമ്മയുണ്ടോ എവിടം വരെയാണ് എടുത്തതെന്ന്? ബേസിക് ഓഫ് കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ട് നമ്മൾ ഓവർവ്യൂ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എവിടം വരെയാണ് എടുത്ത് നിർത്തിയത്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? പറയൂ. ആരും വായിച്ചു നോക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? എല്ലാവരും ഒരുപാട് എടുത്തു പോകുന്ന കാരണം കൊണ്ട് നിങ്ങൾ വായിക്കാതിരിക്കുന്നുണ്ടോ? മീനിങ്, നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് അതൊക്കെ പറഞ്ഞു നിർത്തി അല്ലേ? റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? തുടങ്ങിയാണ് എടുക്കേണ്ടത്. ഇപ്പോ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ? നിങ്ങളിപ്പോ മിക്ക ചാപ്റ്ററും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ ചാപ്റ്ററുകൾ കുറെ കണ്ടിട്ടുണ്ട് അല്ലെ? കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതില് നമുക്ക് ആ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ പാഠഭാഗം ഈ ലെസണിലും പഠിപ്പിക്കുന്നത്. ഓക്കെ, ഡിസ്കസ് ചെയ്യാനുള്ളത് ആ മാട്രിക്സ് തന്നെയാണ്. ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ പൊതുവെ ഈ ചാപ്റ്ററിൽ ചോദ്യങ്ങൾ വരുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ചാപ്റ്ററിൽ വരുന്നത് ലാസ്റ്റ് ഭാഗത്താണ്. ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസിനും ശേഷമുള്ള ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ ഭാഗങ്ങളെല്ലാം ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോവുക. എന്നാലും വായിച്ച് വിടാതിരിക്കുന്നില്ല. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, ഇപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് അഡ്മിനിസ്ട്രേഷൻ അല്ലെ? അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് അതിന്റെ നേച്ചറും സ്കോപ്പാണ് പറഞ്ഞു നിർത്തിയത്. ദെൻ റോൾ ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാമോ? റോൾ ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താന്നുള്ളതാണ്. അതായത് അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് അവരുടെ പങ്ക് അല്ലെ? Hospital administrators are accountable for organizing and supervising the health services and everyday activities of a hospital or health care facility. നമുക്കറിയാം അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് അദ്ദേഹത്തിന്റെ റോള് നിർവഹിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഒരു വലിയ റോളാണ് അദ്ദേഹത്തിനുള്ളത് അല്ലേ? അവര് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറയുന്നത്? ഈ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എവരിഡേ പ്രവർത്തനം അല്ലെ? ഡേ ടു ഡേ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്, അവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസിന്റെയും ഒരു മേൽനോട്ടക്കാരനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റോൾ അല്ലെ? അത് കടപ്പെട്ടിരിക്കുന്നത് ആരിലാണ്? അഡ്മിനിസ്ട്രേറ്ററിലാണ് കടപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ദൈനംദിനമായിട്ട് ആ ഒരു ഹോസ്പിറ്റല് നന്നായിട്ട് തന്നെ മൂവ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂസ് ഒക്കെ വരാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള വ്യക്തികൾക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. Healthcare administration is the management of all the non-clinical functions, including in operating healthcare facility. അതായത് നമുക്കറിയാം മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാത്തരം പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ കൺട്രോൾ അല്ലെ? നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മാനേജ്മെന്റിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു നിയന്ത്രണത്തിൽ തന്നെ നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. ഇൻ കേസ് എവിടെ ഇഷ്യൂസ് വന്നാലും അതിലെല്ലാം അല്ലെ ഇടപെടേണ്ട ഒരു വ്യക്തിത്വം അഡ്മിനിസ്ട്രേറ്റീവ് റോളുള്ളവർക്കുണ്ട്. From daily operations to staffing to budgeting and finance to long-term strategic planning to make sure the success of the healthcare provider or system. നോക്കിയാണെങ്കിൽ നമുക്ക് അല്ലെ ദൈനംദിന പ്രവർത്തനങ്ങൾ എടുത്ത് അത് മുതൽ അല്ലെ ഇൻ കേസ് എന്താണ് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെ ലോങ് ടൈം നീണ്ട കാലത്തേക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റിങ്ങും അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നീക്കിയിരിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങും ഡിസിഷനൊക്കെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ ആരുടെ ഒരു പങ്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഒരു പങ്കുണ്ടായിരുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുതൽ? ഓക്കെ,
ഓക്കെ, അപ്പൊ അതില് നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ നയരൂപീകരണങ്ങളും തീരുമാനങ്ങളും എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അദ്ദേഹം, അല്ലെ. അപ്പൊ ദൈനംദിന പ്രവർത്തനങ്ങൾ മാത്രമല്ല, എന്താണ് ലോങ് ടൈം ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും, അത് ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും, അത് ഇൻ കേസ് സ്റ്റാഫിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, അത് എന്തുമായിട്ടാണെങ്കിലും ഇദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? ഓക്കെ, അങ്ങനെ വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആരാ, അല്ലെ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ വാസ് ബിഹൈൻഡ് ദ curtain to make a extensive decision for the health care facility or institution. ഓക്കെ, അദ്ദേഹത്തിന് എന്താണ് ഒരു നമ്മൾ പറയില്ലേ ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിന്റെ ഒരു നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട്, അല്ലെ, നല്ല തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനെ വ്യാപകമായിട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ദൗത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണെങ്കിലും വ്യാപകമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. എന്താണ് നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. They directly handle policy and budget to generate a better patient experiences and ensure the safety of our guests and staff. അതായത് അദ്ദേഹം നേരിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം, അല്ലെ. ബഡ്ജറ്റും കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് തന്നെ നേതൃത്വം വഹിക്കുന്നു. അദ്ദേഹം ഡിസിഷൻ എടുക്കുന്നതിൽ പങ്കാളിയാകുന്നു. അതോടൊപ്പം തന്നെ പറയണം അവിടെയുള്ള പേഷ്യൻസിനൊക്കെ നല്ല സർവീസ് പ്രദാനം ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു റോൾ അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല and ensure the safety of guests and staff. അവിടെയുള്ള വർക്കേഴ്സിനാണെങ്കിലും അതല്ലെങ്കിൽ അല്ലെ മറ്റ് വരുന്ന കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിനാണെങ്കിലും അവരുടെ സുരക്ഷ, നല്ല രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പങ്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇത് വിവരിച്ചു പോവുകയാണ്. ഇത് നിങ്ങൾ കൂടി ഒന്ന് ഇതാവണം, അതായത് വെറുതെ കേട്ടിരിക്കരുത് കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലും റിപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ, കാരണം ഇത് ക്വസ്റ്റ്യൻസ് എടുത്ത് തീരേണ്ടത് കൊണ്ട് അങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് പോവുകയാണ്. ഇൻ കേസ് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോകരുത്. Then healthcare administrators have true knowledge of the regularity framework in a patient care. നിങ്ങൾക്കറിയാം അവിടെ എന്താണ് അവർക്ക്, അല്ലെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ എപ്പോഴും നല്ല നോളജ് ഉള്ള വ്യക്തിയായിരിക്കണം, അല്ലെ. കാരണം അവർക്ക് പേഷ്യന്റിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണെന്നാ പറയുന്നത്? നല്ല തീരുമാനങ്ങളും പോളിസികളൊക്കെ എടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണെന്നാണ് നമ്മൾ വിവരിക്കുന്നത്? ആരുടെ ഡ്യൂട്ടി, ആരുടെ കുറിച്ചാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്? ഓക്കെ, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, എന്താ പറയുന്നത്? റെസ്പോൺസിബിലിറ്റി. ഓക്കെ, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. എന്താണ് അതേ റെസ്പോൺസിബിലിറ്റീസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡോക്ടർ ഓർ ഫിസിഷ്യൻ. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഡോക്ടറിന്റെ, അല്ലെ, അവിടെ നിന്നൊക്കെ ഫിസിഷ്യന്റെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും തീരെപ്പാടെ, അല്ലെ, മൊത്തത്തില് ഒരു പ്രത്യേക ഒരു ഉത്തരവാദിത്തമാണ് ഇദ്ദേഹത്തിന് നിശ്ചിതമായിരിക്കുന്നത്. നമുക്കറിയാം ഡോക്ടർ ആണെങ്കിൽ പേഷ്യൻസിനെ പരിശോധിക്കുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക്, അല്ലെ, ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ടതുണ്ട്, അല്ലെ. അവരുടെ സുരക്ഷയുടെ കാര്യമുണ്ട്, ഇൻ കേസ് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലുണ്ട്. അതേമാതിരി എന്തെങ്കിലും വികസിപ്പിക്കുക, അല്ലെ, ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കാര്യങ്ങളിൽ എല്ലാത്തിലും ഒരു പങ്ക് ആർക്കുണ്ട്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിനുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. The responsibilities are completely different from the responsibilities of a doctor or a physician. While physicians handle patients directly, healthcare administrators supervise the facility itself and usually have a bachelor degree or a master degree in a healthcare administration. Okay, നമുക്കറിയാം അല്ലെ, പേഷ്യന്റ് ആയിട്ട് നേരിട്ട് ഇടപെടുന്ന ഒരു ടൈം ഉണ്ട്. അത് മാത്രമല്ല ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിനെ അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന, മേൽനോട്ടം വഹിക്കുന്ന ഒരു ഡ്യൂട്ടി ഉണ്ട്. ഫെസിലിറ്റീസിൽ, അല്ലെ, എന്തെങ്കിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അത്തരം കാര്യങ്ങളിലും ഒരു പങ്ക് വഹിക്കുക എന്നുള്ള ഒരു റോളും ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുണ്ട്, അവർക്കുണ്ട്. അതല്ല അങ്ങനെയുള്ള, അല്ലെ, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഒരു ഡ്യൂട്ടി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ബാച്ചിലർ ഡിഗ്രി ഓരോ മാസ്റ്റർ ഡിഗ്രി, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലുള്ള ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഓക്കെ, അതാണ് അഡ്മിനിസ്ട്രേറ്റർ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഇപ്പോഴും ഇതിന്റെ ഉള്ളിൽ നിന്ന് ചകഞ്ഞ് ചേർന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ വരിക. അത് നിങ്ങൾക്ക് എന്താ പറയാ ഏതാണെന്നൊന്നും അറിയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. കാരണം എല്ലാം നിങ്ങൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഇപ്പൊ 2-3 ചാപ്റ്റർ അതുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്ത് തന്നെ വരുന്നുണ്ട് അല്ലേ. നിങ്ങളിപ്പോ കേട്ട കാര്യങ്ങളൊക്കെ തന്നെ ചില ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവൂലേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും, റെസ്പോൺസിബിലിറ്റിയുടെ ഇതിൽ വന്നിട്ടുണ്ടാവും ഒന്നില്ലേ. ഇതിനെ കുറിച്ചൊക്കെ തന്നെ ബേസിക്കലി കുറച്ച് ഇതിന്റെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് പോയിന്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. Then how to become a healthcare administrator? Okay, നമ്മൾക്ക് ഇനി healthcare administrator ആവുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. Healthcare administrators frequently interact with the doctor, nurse, surgeon and technician. അറിയാം എന്താണ് അവരെ ഇടയ്ക്കിടയ്ക്ക് അല്ലെ ഡോക്ടേഴ്സ് ആയിട്ടോ നഴ്സുമാരോ സർജന്മാരൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താണ് സംവാദത്തിലൊക്കെ ഏർപ്പെടാറുണ്ട്. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് അതിനുള്ളിൽ അല്ലെ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ആയിട്ട് ഒരു ഇന്ററാക്ഷന്റെ സമയം കണ്ടെത്തി അവരൊക്കെ ആയിട്ട് ഇടപെടാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, they control the operation of a healthcare organization and seldom meet directly with the patient in the healthcare facility. അതേമാതിരി തന്നെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ ഒരു കൺട്രോൾ അല്ലെ ഇദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടമുള്ള അധികാരത്തിന്റെ ഒരു കൺട്രോൾ പവർ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ ചില കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടാവും അല്ലെ. എന്തെങ്കിലുമൊക്കെ ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അത് മാത്രമല്ല പറയുന്നത് സെൽഡം മീറ്റ് ഡയറക്ട്ലി വിത്ത് ദ പേഷ്യന്റ് ഇൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതേമാതിരി തന്നെ അവിടെയുള്ള പേഷ്യൻസിനോടും ഇടയ്ക്കിടയ്ക്കൊക്കെ ഡയറക്ട്ലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യങ്ങളുമായിട്ട് ഉന്നയിച്ച് വരുമ്പോഴൊക്കെ നേരിട്ട് ഇടപെടുകാറുണ്ട് അല്ലെ. അവരെയും മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് എല്ലാത്തിലും ഓവറോൾ ഒരു പങ്ക് വഹിക്കേണ്ടത് കൊണ്ട് അവരെ എല്ലാവരുമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇടപെടുകാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്യൂട്ടീസ് ടു ഫോം the policy that runs the facility and make a better patient's experience. തീർച്ചയായിട്ടും നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്ററിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് ഡ്യൂട്ടി, അതായത് ഏതൊരു വ്യക്തിയുടെയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല സർവീസ് പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പ്രധാനമായിട്ട് എന്താ പറയുന്നത് മേക്ക് ബെറ്റർ പേഷ്യൻസ് എക്സ്പീരിയൻസ്, അവർക്ക് നല്ല എക്സ്പീരിയൻസ് നല്ല ഒരു അനുഭവം പേഷ്യൻസിന് നല്ലൊരു അനുഭവം ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല നയങ്ങളൊക്കെ ആയിരിക്കണം ആര് രൂപീകരിക്കേണ്ടത്, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് രൂപീകരിക്കേണ്ടത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ carries are necessary to successful and efficient health care facilities. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം അറിയാം, എന്താണ് ഏതൊരു ഹോസ്പിറ്റലിലും ആരൊരു വേക്കൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ വേക്കൻസികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ലൊരു പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട റോള് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു കരിയർ ഉണ്ട് എന്നുള്ളതാണ്. Then owing to the continuous need for healthcare facilities from hospitals to nursing homes, healthcare administration is an important. അതായത് നമുക്കറിയാം കേസ് ഏത് ലെവലിൽ എടുത്ത് നോക്കിയാലും അല്ലെ ഹോസ്പിറ്റലിൽ തുടങ്ങി അത് മുതൽ നമുക്കറിയാം നഴ്സിംഗ് ഹോമുകളിൽ വരെയും എന്താണ് ഈ ഒരു പൊസിഷൻ അല്ലെ അവരുടെ മേൽനോട്ടം വഹിക്കുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുക, അവർക്ക് നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആവശ്യമായ നയങ്ങളും രൂപീകരണങ്ങളൊക്കെ ആയിട്ട് എന്താണ് അവിടെ ഒരു എല്ലായിടത്തും എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു വേക്കൻസികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. then എന്താണ് ഫോം ജോബ് ഓർ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രൂവിംഗ് ഹെൽത്ത് കെയർ പോളിസി. നമുക്കറിയാം ഏറ്റവും നല്ല ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ നല്ലൊരു പോളിസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഈസ് ആൻ ഇമ്പോർട്ടന്റ്. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്തുകൊണ്ട് firm job for those who are interested in improving health care policy. ചിലപ്പോൾ നല്ല നല്ല പോളിസികൾ അല്ലെ നമുക്ക് എന്താണ് അവിടെയുള്ള പേഷ്യൻസിന് വരാൻ പറ്റുന്ന തരത്തില് അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള നല്ല നല്ല പോളിസികൾ ഉണ്ടാക്കാൻ പറ്റുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കരിയർ എന്ന് പറയുന്നത് എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ ആയിരിക്കും. കാരണം അവരെ തേടി ഹോസ്പിറ്റലുകാര് അല്ലെ അവരെ തേടി എത്തും. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് അവസരങ്ങളുണ്ട് അല്ലെ. നല്ല നല്ല പോളിസികൾ ഉണ്ടാക്കാൻ കഴിവുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത്.
Then healthcare administration may include the oversight and management of. അപ്പൊ അവര് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം പല നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത് നമ്മളിപ്പോ ആരുടെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് നയങ്ങളൊക്കെ രൂപീകരിക്കുന്നവരാണ് ആരുടെ കാര്യമാണ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്ററിന്റെ അല്ലെ അപ്പൊ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഓക്കെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളാണ് ഇവിടെ പറയുന്നത് അവിടെ ഇപ്പൊ ഫസ്റ്റ്ലി പറയുന്നത് ഇങ്ങനെ ഒരു ഇതില് എന്തൊക്കെ കാര്യങ്ങൾ പെടാം അല്ലെ an entire healthcare system നമുക്ക് മുഴുവൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനും വേണമെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ കണ്ടെത്താം അതായത് വലിയ വലിയ ഹോസ്പിറ്റലിലെ മുഴുവൻ ഒരു റോൾ വഹിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ പൊസിഷൻ അല്ലെ ആ ഒരു റോളില് ഒരു അഡ്മിനിസ്ട്രേഷനെ കണ്ടെത്താം then specific facilities such as physicians practices hospitals and home health agencies നമുക്കറിയാം ഇപ്പോ ഒരു ആരോഗ്യ ഇതെന്ന് പറയുന്നതല്ലേ ഹോസ്പിറ്റലിൽ മാത്രമല്ല അല്ലെ ഏതെങ്കിലും സെപ്പറേറ്റ് ചിലപ്പോ ഒരു ഫിസിഷ്യന്റെ അണ്ടറിൽ തന്നെ ഒരു ക്ലിനിക്ക് രൂപം കൊള്ളുന്നുണ്ട് അല്ലെ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ചെറിയൊരു ഹോസ്പിറ്റൽ ആവാം അല്ലെങ്കിൽ ഒരു ക്ലിനിക് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഫെസിലിറ്റി അല്ലെ എന്തെങ്കിലും സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഏതൊരു മേഖലകളിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു വേക്കൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ അവിടേക്ക് നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാക്കുക എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുക പ്രശ്നങ്ങൾ കണ്ടെത്തുക അത് മാനേജ്മെന്റിനെ അറിയിക്കുക അങ്ങനെയൊക്കെ അല്ലെ എല്ലാ തരത്തിലും അവിടെയുള്ള വർക്കേഴ്സിന് സുരക്ഷ നൽകുക അല്ലെങ്കിൽ പേഷ്യൻസിന് സുരക്ഷ നൽകുക പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുക അതല്ലെങ്കിൽ അല്ലെ എല്ലാവർക്കും മാനേജ്മെന്റിന് പറ്റുന്ന തരത്തിൽ അവരുടെ ഫിനാൻസ് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ചെലവഴിക്കാൻ തക്ക വിധത്തില് എന്താണ് എല്ലാ ആസൂത്രണങ്ങളും അല്ലെ ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക എന്നിങ്ങനെയൊക്കെയുള്ള റോളിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഏത് സംരംഭങ്ങൾക്കും ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ആവശ്യകതയുണ്ടാകാം ഓക്കെ ക്ലിയർ അല്ലേ അങ്ങനെ ഉണ്ടാവില്ലേ ഉണ്ടാവോ ഉണ്ടാവും അല്ലെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അല്ലെ നിങ്ങളെല്ലാവരും ഈ കോഴ്സ് അത് ചെയ്യുന്നത് കാരണം വേക്കൻസികൾ ധാരാളമാണ് ഇപ്പോഴത്തെ കാലത്ത് തീർച്ചയായിട്ടും ആരോഗ്യ രംഗം എന്ന് പറയുന്നത് നല്ല പ്രധാനപ്പെട്ട മേഖലയാണ് അവിടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ ധാരാളം ഉണ്ടാകും നെക്സ്റ്റ് നോക്കാം സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്സ് ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കാർഡിയാക് കെയർ യൂണിറ്റ്സ് അതായത് സ്പെസിഫിക് യൂണിറ്റ് എന്ന തരത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ മൊത്തം അല്ലെ അവിടെ വരുന്ന കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ റോൾ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ അല്ലെ ആ ഒരു പൊസിഷൻ ഉണ്ടാവാം എമർജൻസി ഇതുമാതിരി തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ് അല്ലെങ്കിൽ കാർഡിയക് കെയർ യൂണിറ്റ് അവിടെയൊക്കെ നമുക്കറിയാം ഇത്രയും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം അല്ലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെല്ലാം മൊത്തത്തിൽ ഒരു ഓവറോൾ മാനേജ് ചെയ്യണം കാരണം അതിന്റെ സമയമൊക്കെ നല്ല വിലപ്പെട്ടതാണ് അതുകൊണ്ട് ടൈം ടു ടൈമില് കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റീവായിട്ട് മുൻകൈ എടുത്ത് അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിന്റെ പങ്ക് നിർവഹിക്കേണ്ടതുണ്ട് അല്ലെ അപ്പൊ അവിടെ ആർക്കാർക്കും ഡിലേ ഒന്നും വരാതെ നല്ല സേവനങ്ങളെല്ലാം പേഷ്യൻസിന് കൊടുക്കണം അതേമാതിരി തന്നെ സുരക്ഷ പ്രദാനം ചെയ്യണം ഇതിനെന്താണ് ഫണ്ട് നല്ല രീതിയിൽ വിനിയോഗിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ ഉണ്ടാവും എന്നുള്ളത് ഇതിനെന്താണ് സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ലൈക്ക് നഴ്സിംഗ് ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി അതായത് ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ അല്ലെ ഏതെങ്കിലും ഏരിയ കേന്ദ്രീകരിച്ച് നമുക്കറിയാം നഴ്സിംഗ് ഫീൽഡിലോ അല്ലെങ്കിൽ ഫിസിക്കൽ തെറാപ്പി അത് അതിന്റെ അല്ലെ ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ഇതായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് അങ്ങനെ വരുമ്പോഴും അവിടെയും എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനും അല്ലെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പോസ്റ്റ് അല്ലെ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്താണ് സ്പെസിഫിക് ഏരിയ ലൈക്ക് സ്റ്റാഫിംഗ് ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ അഡ്മിഷൻ ആൻഡ് ഫിനാൻസ് ഇൻ കേസ് വേറെ ഏതെങ്കിലും രീതികളിൽ അല്ലെ നമുക്ക് അറിയാം ഒരു വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അതിന് സെപ്പറേറ്റ് ചില മേഖലകളിൽ മാത്രം കേന്ദ്രീകരിച്ച് ഈ ഒരു പോസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും ചെറിയ ഹോസ്പിറ്റലും ക്ലിനിക് ആണെങ്കിലും നമുക്കറിയാം അവിടേക്ക് അത് മാത്രമായിട്ട് കേന്ദ്രീകരിക്കും വലിയ ഹോസ്പിറ്റലിന്റെ ഓരോ യൂണിറ്റ് കേന്ദ്രീകരിച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നാണ് ക്ലിയർ ആണോ ജസ്റ്റ് വായിച്ചു നോക്കാം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഏതൊക്കെ ഏരിയകളിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളുകൾ വരാനായിട്ടുള്ള സാധ്യതകളുള്ള പ്ലേസുകൾ ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട് അതേമാതിരി തന്നെ തരത്തില് അല്ലെ ഏത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല കാരണം
എല്ലാം കൂടെ മിക്സ് ചെയ്ത് അല്ലെ ഒരു പോയിന്റ് എടുത്ത് ചോദിച്ചാലും മിക്കവാറും ഇതിൽ പറയുന്ന കാര്യം എന്താണ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെ അതിന്റെ ആൻസർ മുഴുവൻ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ബേസിക്കലി എന്താണ് അദ്ദേഹത്തിന്റെ റോൾ എന്ന് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആക്ച്വലി അതിന്റെ പോയിന്റ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെയുള്ള പ്രത്യേകമായിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിഭാഗങ്ങളിലൊക്കെ അവർക്ക് ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. കണ്ടിന്യൂ ചെയ്യാമോ? ാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. നമ്മളിപ്പോ കണ്ടു അല്ലെ, നയങ്ങളൊക്കെ രൂപീകരിക്കുക എന്നൊക്കെ പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ട് അല്ലെ അവരുടെ ആ ഒരു പേഷ്യൻസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. അവിടെ പ്രധാനമായിട്ടും കുറച്ച് തത്വാധിഷ്ഠിതമായിട്ടായിരിക്കണം ഈ നയങ്ങളെല്ലാം രൂപീകരിക്കേണ്ടത് അല്ലെ. നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിന് തോന്നുന്ന മാതിരി എന്താണ് ഒരു പുതിയ നയങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റണമെന്ന് ഇല്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അല്ലെ, ചില നാഷണൽ ആയിട്ടുള്ള ഇതുകളൊക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെ അതിന്റെയൊക്കെ അണ്ടറിലാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പ്രാദേശികമായിട്ടുള്ള ചില റെഗുലേഷൻസ് ഒക്കെ ഫോളോ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരിക്കലും അതിന് വിഭിന്നമാവരുത് അല്ലെ, അങ്ങനെ വരുമ്പോഴേ പ്രശ്നമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പോളിസികളൊക്കെ രൂപീകരിക്കുന്നതിന് തെറ്റില്ല തീർച്ചയായിട്ടും, പക്ഷെ എല്ലാത്തിനും കൂടി അല്ലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള പോളിസികളൊക്കെ രൂപീകരിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് തത്വങ്ങളാണ് പറയുന്നത്. നോക്കാം, ഫസ്റ്റ് വൺ, ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. അതായത് ഇവ എന്താണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു ദേശീയ ആരോഗ്യ നയമായിരിക്കണം. എപ്പോഴും അതിന്റെ ദേശീയ ആരോഗ്യ നയത്തിനോട് ചേർന്ന വിധത്തിലുള്ള നയങ്ങൾ മാത്രമാണ് രൂപീകരിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളത്. നോക്കാം നെക്സ്റ്റ്. അപ്പൊ ഫസ്റ്റ് വൺ കിട്ടിക്കാണും, ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെ, ദേശീയ നയങ്ങളോട് പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള നയങ്ങളായിരിക്കണം. Then എന്താണ്, should health administrative structure may be framed for the implementation of the health policy. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്യുമ്പോൾ അല്ലെ, ഹെൽത്ത് പോളിസികളൊക്കെ ഫ്രെയിം ചെയ്യുമ്പോൾ അത് നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രധാനമായിട്ട് അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെയുള്ള എല്ലാവരുടെയും ആരോഗ്യങ്ങൾ അല്ലെ, ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. ഒരിക്കലും നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഹെൽത്തിനായിരിക്കണം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള നയങ്ങളായിരിക്കണം നല്ലൊരു ആരോഗ്യ അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ രൂപീകരണത്തിൽ ഉണ്ടായിരിക്കേണ്ട നയങ്ങൾ. then എന്താ പറയേണ്ടത്, there should be integration of preventive and curative services at all administrative levels. നമുക്കറിയാം നയങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. ഈ നയങ്ങൾ ദേശീയ നയത്തിനോട് ചേർന്ന വിധത്തിലായിരിക്കണം പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഹെൽത്തിനായിരിക്കും. അതുമാതിരി തന്നെ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു എന്താണ്, there should be integration of preventive and curative service. അതായത് രോഗശമനത്തിനും അല്ലെങ്കിൽ രോഗം വരാതെ അല്ലെ അസുഖത്തിനെ തടയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ നയങ്ങളായിരിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ രൂപീകരിക്കേണ്ടത്. നയങ്ങൾ എപ്പോഴും എന്താണ് രോഗത്തിനെ അല്ലെ നമ്മളിപ്പോ മാറിയിട്ട് രോഗം വീണ്ടും വരാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല രൂപീകരിക്കേണ്ടത്. എപ്പോഴും അല്ലെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രിവെൻഷൻ അല്ലെ മുൻകൂട്ടി കാണുക അല്ലെങ്കിൽ രോഗത്തിന്റെ അസുഖം ഭേദമാകുന്ന തരത്തിലുള്ള നയങ്ങളായിരിക്കണം എപ്പോഴും രൂപീകരിക്കേണ്ടത്. എന്താണ്, there should be centralized direction and decentralized action. നമുക്കറിയാം ഡയറക്ഷൻ എപ്പോഴും സെൻട്രലിൽ വരികയും തന്നെ എന്താണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഡീസെൻട്രൽ അല്ലെ താഴേക്ക് കേന്ദ്രീകരണവും വികേന്ദ്രീകരണം, അതായത് കേന്ദ്രത്തിൽ നിന്ന് നയങ്ങൾ രൂപീകരിച്ചാൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സ് ഒക്കെ അത് ഫോളോ ചെയ്യാനായിട്ട് പ്രാപ്തരായിരിക്കണം. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്, there should be centralized directions and decentralized actions. നെക്സ്റ്റ്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? Okay. The next നോക്കാം, planned health programs should be based on a priority and must meet the health requirements of people. തീർച്ചയായിട്ടും എന്താണ് നേരത്തെ കൂട്ടി പ്ലാൻഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ സെറ്റ് ചെയ്യാം. അവിടെ പക്ഷെ എന്താണ് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറയുന്നത്, എന്താണ് പ്രയോറിറ്റി, എന്തിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ആയിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത് and must meet the
ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടായിട്ടുള്ള എന്താണ് പ്രോഗ്രാമുകളാണ് സംഘടിപ്പിക്കുന്നത്. ഓക്കെ, ഹെൽത്തിന്റെ ആവശ്യകത അല്ലെ, എന്താണ് ആവശ്യം നമുക്കറിയാം. താഴെ ഒരു റൂറൽ അർബൻ ഏരിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരംതിരിച്ചു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങൾക്ക് അല്ലെ അവർക്ക് ആവശ്യമായ പ്രാഥമിക ആവശ്യമായിട്ടുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളാണ് സംഘടിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലെ. എങ്കിൽ മാത്രമാണ് അവിടെ നല്ലൊരു നയം അല്ലെ അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്താണ് ബേസിക് ഹെൽത്ത് സർവീസസ് അവൈലബിൾ, accessible and acceptable to the people. നമ്മളിങ്ങനെ ഫ്രെയിം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ ഹെൽത്ത് പോളിസി നയങ്ങളെല്ലാം എന്താണ് അത് നമുക്ക് നടപ്പാക്കി കിട്ടണം. നമ്മളിങ്ങനെ രൂപീകരിച്ചാൽ മാത്രമല്ല അത് നടപ്പാകണം അല്ലെ. നിങ്ങൾ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസ കുറവിൽ ഇവിടെ സേവനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പുതിയ നയങ്ങളൊക്കെ രൂപീകരിച്ചു. പക്ഷെ തീർച്ചയായിട്ടും പേഷ്യൻസ് വരുമ്പോൾ അവരുടെ സർവീസ് ചാർജ് ഇരട്ടിയാണെങ്കിൽ അങ്ങനെ പോളിസി രൂപീകരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ രൂപീകരിക്കുന്ന കാര്യങ്ങള് നയങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൈലബിൾ ആക്കണം അല്ലെ. അത് തീർച്ചയായിട്ടും അത് നടപ്പാക്കണം. ആക്സസബിൾ ഉപയോഗപ്രദമാക്കണം. ആൻഡ് അക്സെപ്റ്റബിൾ പീപ്പിളിന് അത് സ്വീകാര്യമായിരിക്കണം അല്ലെ. അവർക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിലുള്ള നയങ്ങളായിരിക്കണം അല്ലെങ്കിൽ നടപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നയങ്ങളായിരിക്കണം രൂപീകരിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹെൽത്ത് consciousness should be encouraged to health education and by providing opportunities for participation of people in the health programs. അതായത് നമുക്ക് ആരോഗ്യത്തിന്റെ അവബോധം ഉളവാക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. ആണോ? എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ എവിടെയെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സംഘടിപ്പിക്കുന്നത് ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു അവബോധം അവരിൽ ഉളവാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ ഷുഗർ ചെക്ക് ചെയ്യുക, അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഐ ടെസ്റ്റ് നടത്തി. നമുക്കറിയാം ഹോസ്പിറ്റലില് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇങ്ങനെ റോൾ എടുക്കുന്ന ആ ഹോസ്പിറ്റലിന്റെ പേര് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കറിയാം അവിടെ എന്താണ് പ്രധാനമായിട്ടും അവർക്കൊരു അവബോധം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. രണ്ട് കാര്യം അവിടെ നടക്കുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം വരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഒരു പേരും അവിടെ ഉളവാക്കി എടുക്കുന്നുണ്ട് അല്ലേ. രണ്ട് കാര്യം നടക്കുന്നില്ലേ? ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ഷുഗർ ടെസ്റ്റിലും കാര്യങ്ങളൊക്കെ നടത്തി അല്ലെ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെ. അപ്പൊ അവർക്ക് രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ബോധ്യം വരുന്നുണ്ട്. അങ്ങനെ ബോധ്യം ഉണ്ടാകുമ്പോൾ അവിടെ പറയുകയാണ് ഇത്തരത്തിലുള്ള അല്ലെ ഹെൽത്ത് കോൺഷ്യസ്നെസ് ഷുഡ് ബി എൻകറേജ്ഡ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ and by providing opportunities for participation of people in the health program. അവർക്ക് അല്ലെ ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ അവരെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കണം പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടത് അല്ലെ. അവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്കും ഒരു ബോധ്യം അല്ലെ രോഗങ്ങളെ കുറിച്ച് ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നേടിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള നല്ല അവയർനെസ് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, അപ്പൊ പോളിസി വരുമ്പോൾ എന്താണ് ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കുക. നെക്സ്റ്റ് നോക്കാം. ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് ദ സോഷ്യൽ ഫിസിഷ്യൻസ് ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ പീപ്പിൾ. അപ്പൊ ഇതിലെന്താ പ്രധാനമായിട്ട് പറയുന്നത്? ഡോക്ടേഴ്സിനും ഒരു ട്രെയിനിങ് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ ഫിസിഷ്യന്മാരായിട്ട് ഒരു കൺസെപ്റ്റ് അല്ലെ, അവിടെ സാമൂഹിക പ്രവർത്തകരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങൾ ഡോക്ടേഴ്സിനും പ്രൊവൈഡ് ചെയ്യുക. വീണ്ടും പറയാണ് പ്രൊമോട്ട് ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ ദ പീപ്പിൾ. അങ്ങനെ എന്താണ് നമ്മളിപ്പോ അല്ലെ ഈ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ കൊടുക്കാറ്. അങ്ങനെയില്ലേ? നമ്മൾ ഡോക്ടേഴ്സിന് ചില ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ കിട്ടുന്നത് ഏതെങ്കിലും സംഘടനയും കൂടിയും അതിന്റെ ഒപ്പം പ്രവർത്തിക്കുന്നുണ്ടാവോ? കിട്ടാറില്ലേ? അങ്ങനെയൊക്കെ സേവനങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു സാമൂഹിക സൊസൈറ്റിയോ അങ്ങനെ ഏതെങ്കിലും സംഘടനകളുടെ നേതൃത്വത്തിലായിരിക്കും നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് അവിടെ സാമൂഹികമായ കാഴ്ചപ്പാട് കൂടിയും വീക്ഷിക്കാനൊക്കെ ആയിട്ട് സാധിക്കും.
തീർച്ചയായിട്ടും എന്താണ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നല്ലൊരു അല്ലെ ഇതാണ് ഒരു നല്ല പ്രൊമോഷൻ എന്ന് വെച്ചാൽ പേരൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പൊ അത്തരത്തില് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടാക്കി കൊടുക്കാനും കൂടിയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. എന്താണ് നഴ്സിംഗ് പേഴ്സണൽ ആൻഡ് അതർ അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ ഷുഡ് പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. അതേമാതിരി തന്നെ ഇത്തരത്തിലുള്ള നഴ്സിംഗ് പേഴ്സൺ അല്ലെ അവിടെ നഴ്സിംഗ് ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെൽത്ത് അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് പേഴ്സൺസിനാണെങ്കിലും ഒരു അല്ലെ മൊത്തമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവബോധങ്ങളെല്ലാം കൊടുക്കുക. സമൂഹത്തിൽ എങ്ങനെയാണ് വ്യാപരിക്കേണ്ടത് അല്ലെ ഒരു അവയർനെസ്. അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രം ഉള്ളത് കൊണ്ട് പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്ത് അവർക്ക് സേവനം ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കുമോ? ഓക്കെ, ഇവിടെയുള്ള നഴ്സുമാരൊക്കെ ഒക്കെയാണ് ക്വാളിഫൈഡ് ആണ്, നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഇല്ല, കാരണം അവിടെ സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് ആ സമൂഹത്തിലെ ജനങ്ങളോട് ഇടപഴകേണ്ടത് എന്നൊക്കെയുള്ള ഒരു ബോധ്യം അവിടെയുള്ള നഴ്സുമാരുടെ ഇടയിലും വേണം അല്ലെ. എങ്കിൽ മാത്രമാണ് പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാകുള്ളൂ. അപ്പൊ പോളിസി രൂപീകരിക്കുമ്പോഴെന്താണ് ഇതിനെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിലെ എല്ലാവരുടെയും പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു പേരുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. നഴ്സുമാർക്കാണെങ്കിലും എന്താണ് അവിടെയുള്ള ജനങ്ങള് അല്ലെ അവിടെ ട്രീറ്റ്മെന്റിന് വരുന്ന ജനങ്ങൾ ഇങ്ങനെയുള്ളവരാണ്, അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറാണ്. അപ്പൊ ആ ഒരു 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 നേച്ചർ അല്ലെ അവർക്കൊരു ബോധ്യം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നല്ല സേവനങ്ങൾ അവർക്ക് പ്രകടമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുമല്ലോ. നെക്സ്റ്റ് നോക്കാം. New categories of health personnel are provided training to provide proper service to people. അപ്പൊ പുതിയ കാറ്റഗറിയിലുള്ള പേഴ്സൺസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് അവർക്ക് ഒന്നും അറിയില്ല അല്ലെ. ഈ ഹോസ്പിറ്റലിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, പേഷ്യൻസ് എങ്ങനെയുള്ളവരായിരിക്കും വരിക, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊന്നും അവർക്കറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ് പാക്കേജുകൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. ന്യൂ കാറ്റഗറീസ് ഓഫ് health personnel are provided training to provide a proper service to people. ജനങ്ങളോട് നല്ല സർവീസ് കാഴ്ചവെക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുവാനുണ്ട്. Then all the systems of a medicine should be promoted to provide a decent health care to people. അതായത് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം തന്നെ അല്ലെ ഡീസെന്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള അവരുടെ ആരോഗ്യത്തിനെ അത് നമുക്ക് എന്താണ് അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ തക്ക വിധത്തിലുള്ള മെഡിസിൻസ് എല്ലാം തന്നെ ആ സിസ്റ്റം വഴി അവർക്ക് അതിനുള്ള സേവനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഡീസെന്റ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസ് ആയിരിക്കണം അവിടുത്തെ ജനങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത്തരത്തിലുള്ള നിയമങ്ങളും തത്വങ്ങളായിരിക്കണം അവിടെ രൂപീകരിക്കേണ്ടത്. Then utilize community resources and promote a local participation in health programs at the village level. അപ്പൊ എന്താണ് അവിടുത്തെ കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഒക്കെ നന്നായിട്ട് തന്നെ ഉപയോഗപ്രദമാക്കുക. അത് മാത്രമല്ല അതിന്റെ പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് അറ്റ് വില്ലേജ് ലെവലിലൊക്കെ എന്താണ് വെച്ചാലേ അവരുടെയും കൂടി പങ്കാളിത്തം ഉറപ്പമാക്കിയിട്ട് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ മാനേജ്മെന്റും അവിടുത്തെ സ്റ്റാഫുകൾ മാത്രം വിചാരിച്ചാല് നന്നായിട്ട് മൂവ് ചെയ്തു പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. അവിടെയുള്ള ലൊക്കാലിറ്റികൾ അല്ലെങ്കിൽ അവിടെയുള്ള രാഷ്ട്രീയ സംബന്ധമായ മാറ്റേഴ്സ് അല്ലെങ്കിൽ എല്ലാം തന്നെ നമ്മളോടൊപ്പം പിന്തുണയ്ക്കണം. എങ്കിൽ മാത്രമാണ് അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അവിടെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. അപ്പൊ എല്ലാവർക്കും അതിനുള്ള ഒരു സാധ്യതകൾ ഒരു പ്രോത്സാഹനം അത് ഇൻ കേസ് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിലും അവിടെയുള്ള ലോക്കലായിട്ടുള്ള വ്യക്തികളുടെ ഇടയിലാണെങ്കിലും അവരെയും കൂടി പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കണം. ഇതെന്താണ് ഷുഡ് ബി പ്രൊവിഷൻ ഫോർ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. അത് മാത്രമല്ല അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവരുടെ വികസനം അല്ലെ അവരുടെ നോളജും സ്കില്ലും വികസിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെയും കൂടി ഡെവലപ്മെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് അല്ലെ അദ്ദേഹം നന്നായിട്ട് വിനിയോഗിച്ചു എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ പ്രിൻസിപ്പിൾസ് ഈ തത്വങ്ങളെല്ലാം അധിഷ്ഠിതമായിരിക്കണം ഉണ്ടായിരിക്കേണ്ട നയങ്ങളല്ല. അല്ലെങ്കിൽ അല്ലെ തോന്നുന്ന വിധത്തിലുള്ള കുറെ നയങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻസ് അക്സെപ്റ്റബിൾ ആവില്ല, അല്ലെങ്കിൽ പൊതുജനങ്ങൾ സ്വീകരിക്കണമെന്നില്ല. സമൂഹം അംഗീകരിച്ച് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ചെയ്ത് അവിടെയുള്ള വർക്കേഴ്സിന് സുരക്ഷ ഉറപ്പാക്കി അതേമാതിരി തന്നെ നാഷണലിന് പറ്റുന്ന തരത്തിലുള്ള പോളിസികളൊക്കെ രൂപീകരിച്ചു കൊണ്ടുപോയാൽ മാത്രമാണ് നല്ലൊരു ഹോസ്പിറ്റൽ ആയിട്ട് കെട്ടിപ്പടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. പ്രിൻസിപ്പൾസ് ജസ്റ്റ്
വായിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് അതിന്റെ ഫോളോ ആണ്. അതിങ്ങനെ കുറച്ച് നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. പക്ഷെ പ്രിൻസിപ്പിൾസ് അറിയാമെങ്കിൽ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് പ്രിൻസിപ്പിൾസിനാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ന്യൂ കാറ്റഗറി പേഴ്സൺസിന് എന്ത് കൊടുക്കണം? അവർക്ക് ട്രെയിനിങ് കൊടുക്കണം അല്ലെ. അതേമാതിരി തന്നെ എന്താണ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് പങ്കാളിത്തം ആരെങ്കിലും ഉറപ്പാക്കണം, വേണം. ആരുടെ പങ്കാളിത്തം? ലോക്കൽ അല്ലെ, അവിടുത്തെ ലൊക്കാലിറ്റിയിലെ പീപ്പിൾസിന്റെ പങ്കാളിത്തം ഉറപ്പാക്കണം. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെയാണോ? വായിച്ചോ? നമുക്ക് ഒബ്ജക്റ്റീവ്സും കൂടി എടുക്കാം. എല്ലാം എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നോക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്താണ് ഒബ്ജക്റ്റീവ്സ്? ലക്ഷ്യങ്ങൾ. ഇപ്പൊ നമ്മൾ കണ്ടു, പ്രിൻസിപ്പിൾസ് കണ്ടു, എന്താണ് അഡ്മിനിസ്ട്രേറ്ററിന് കണ്ടു, അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ജോബ് അല്ലെ, കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ഞാൻ അവരുടെ ലക്ഷ്യങ്ങൾ നമുക്കറിയാം. തീർച്ചയായിട്ടും അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ അത്യാവശ്യം രൂപരേഖ നിങ്ങളുടെ കയ്യിൽ മനസ്സിലുണ്ട്. നമുക്ക് എന്നാലും ജസ്റ്റ് നോക്കാം. ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ അമംഗ് ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. അതായത് നമുക്കറിയാം, ഒന്ന് എല്ലാവരുടെ ഇടയിലും അല്ലെ ഒരു ഹെൽത്ത് കെയറുമായിട്ടുള്ള, ആരോഗ്യ സംരക്ഷണവുമായിട്ടുള്ള ഒരു അവബോധം, അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പ്രധാനമായിട്ട് നമുക്കറിയാം എല്ലാവരുടെ ഇടയിലും പ്രധാനമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഹോസ്പിറ്റലിന്റെ ഒരു പേര് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ. പക്ഷെ അതിനൊപ്പം തന്നെ നല്ലൊരു അവയർനെസ്, ഒരു അവബോധം, ജനങ്ങളുടെ ഇടയിൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. Then next എന്താണ്? To promote awareness among the functionaries included in health and hospital management. അതായത് ഇവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഇടയിലും അല്ലെ, ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. അവരുടെ ഇടയിലും ഹെൽത്ത് എന്താണ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അതിന്റെ ആ ഒരു പ്രവർത്തനം എന്താന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. Then to encourage research. എല്ലാവർക്കും എന്താ, പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവബോധം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് അവരെ വളർത്തിയെടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ്ങിലാണ് ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം പറയുന്നത്. Then ഇതിൽ എന്താ നെക്സ്റ്റ് തേർഡ് വൺ പറയുന്നത്? To encourage research in the field of health and hospital management to make better the efficiency of a healthcare delivery system. അതായത് നല്ല രീതിയിലുള്ള സേവനങ്ങൾ എന്താണ് ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, കാര്യക്ഷമമായിട്ടുള്ള നല്ല
സേവനങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റിസർച്ച് നടത്തണം അല്ലെ. അത്തരത്തിലുള്ള റിസർച്ച്, അത്തരത്തിലുള്ള ഗവേഷണം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള അല്ലെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് അതൊന്ന് അങ്ങനെ ഒരു പോളിസി രൂപീകരിച്ച് നോക്കാം. അപ്പൊ ജനങ്ങൾ അത് സ്വീകാര്യമാക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോളിസി, ഇങ്ങനെ ഒരു നയം ഇറക്കി നോക്കാം. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവര് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരികയും ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അത് അവരില്ലേ അല്ലെ ആ ജനങ്ങളിൽ അത് ബോധ്യമായിട്ട് അവർ ഉൾക്കൊണ്ടത് എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ അത് വിജയിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് അല്ലെ അത് വളർത്തിക്കൊണ്ടു പോകാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ അതാണ് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ടു എൻകറേജ് research in the field of health and hospital management to make better the efficiency of a health care delivery system. അവര് പ്രദാനം ചെയ്യുന്ന എന്തെങ്കിലും സേവനങ്ങളില് എന്തെങ്കിലും ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാൻ. നെക്സ്റ്റ് എന്താണ്? ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. ഓക്കെ, നമുക്കറിയാം നല്ല ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസ് അല്ലെങ്കിൽ അല്ലെ നമുക്കറിയാം എല്ലാവർക്കും അല്ലെ എല്ലാവർക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഇത് അല്ലെ ആ ഒരു ലക്ഷ്യത്തിനെ കൂടി എൻകറേജ് ചെയ്യാനായിട്ട് അതും കൂടി വളർത്തിക്കൊണ്ടുവരാനായിട്ട് ആ ഒരു ലക്ഷ്യം കൂടി വികസിപ്പിച്ചു കൊണ്ടുവരാൻ എന്നുള്ളതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. എന്താണ് അങ്ങനെ കാര്യക്ഷമമായിട്ടുള്ള കാര്യങ്ങൾ പ്രാധാന്യത്തോടു കൂടി എടുത്തു പറയുമ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ എക്സ്ചേഞ്ച് ഐഡിയ ആൻഡ് ഇൻഫോർമേഷൻ എമംഗ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് ദ പബ്ലിക് ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ്. അപ്പൊ അതായത് നമുക്കറിയാം ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണല്ലോ നയങ്ങളൊക്കെ രൂപീകരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കുക എന്നുള്ളത് നമുക്കറിയാം ചില കാര്യങ്ങൾക്കൊക്കെ അത് വിജയമായിരിക്കും അല്ലെ. ചില ഇപ്പോ ഒരു കോവിഡിന്റെ സമയത്ത് കുറെ എന്താണ് നയങ്ങളൊക്കെ രൂപീകരിച്ചു അല്ലെ സാമൂഹിക അകലം പാലിക്കാനായിട്ടും അതല്ലെങ്കിൽ ഇത്രയും രോഗികളെ ഐസൊലേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നയങ്ങൾ രൂപീകരിച്ചപ്പോൾ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ കൺട്രിയുടെ കുറെ കാര്യങ്ങളൊക്കെ ചില കൺട്രികളൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. അത് അങ്ങനെയുള്ള ഐഡിയാസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ എടുത്തത് അല്ലെ. ഇത്തരത്തിലുള്ള നയങ്ങൾ രൂപീകരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻ എമംഗ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ. അങ്ങനെ വരുമ്പോൾ ഭരണ നിർവഹണത്തിലുള്ളവരെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ അത് നയതന്ത്രങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരെ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അല്ലെ ഗവൺമെന്റ് പോലെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് പബ്ലിക് ഓഫ് ദ ഇംപ്രൂവ്മെന്റ് അല്ലെ. ഇൻ കേസ് ഹെൽത്ത് ഇൻഡസ്ട്രി പോലെയുള്ള പബ്ലിക് അതേ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആയിരിക്കാം അല്ലെങ്കിൽ ഗവൺമെന്റ് പോലുള്ള ഫീൽഡിലുള്ള കാര്യങ്ങൾ ആൾക്കാരായിരിക്കാം. എന്തായാലും അത്തരത്തിലുള്ള വ്യക്തികൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്ലാനുകൾ അത് ഉപയോഗപ്രദമാക്കാനായിട്ട് അവർക്ക് ഒരു നല്ല നല്ല തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രോത്സാഹനം ഇതിലൂടെ നടപ്പാകുന്നുണ്ട് എന്നാണ്. ടു എൻകറേജ് മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂടിയിട്ടാണ് നമുക്കറിയാം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു നയതന്ത്രങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ അത് എല്ലാവർക്കും ചിലപ്പോൾ അത് എഫക്റ്റീവായിട്ട് തോന്നാം അല്ലെ. അങ്ങനെ വരുമ്പോൾ അവരും അവരുടേതായ രീതിയിലൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് തോന്നും. അപ്പൊ അതിനും കൂടി ഇതൊരു ഒബ്ജക്റ്റീവ്സ് ആണ്, ഒരു ലക്ഷ്യം തന്നെയാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? To evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institution to increase the quality of healthcare in the community. എന്താണ് നമുക്ക് സാധാരണയായിട്ട് അല്ലെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ്സ് അല്ലെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും. ഇൻവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ മാനദണ്ഡങ്ങൾ തന്നെ. എന്തെങ്കിലും മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പാക്കുന്നത്. അതിന്റെയൊക്കെ അംഗീകാരം കിട്ടും അല്ലെ. ഹെൽത്ത് ഇതുകൾ പറയാൻ നമ്മൾ അംഗീകരിച്ചാൽ മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പൊ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവരെ അംഗീകരിച്ചാൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ അത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. അങ്ങനെയില്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു അംഗീകരിക്കാനായിട്ട് അല്ലെ ചിലപ്പോ ചില ഇങ്ങനത്തെയൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ രൂപീകരണങ്ങൾ കൊണ്ട് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. To evolve norms and standards for accreditation of healthcare organization and adopt means of evaluation of such institutions to increase the quality of healthcare in the community. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അല്ലെ സമൂഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട്
ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചില തീരുമാനങ്ങളൊക്കെ ഓക്കെ ആവും, ചിലതൊക്കെ ചിലപ്പോ ആണെങ്കിൽ പറ്റിയെന്ന് വരില്ല അല്ലെ. എങ്കിൽ കൂടി ചിലതെല്ലാം എന്താണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ ചില മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഒരുപക്ഷെ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയൊക്കെ ആവശ്യപ്പെടാം. അപ്പൊ എന്താണ് അത് നല്ല മൂല്യമുള്ള നിയമങ്ങളും നയങ്ങളാണ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ഒരു അംഗീകാരം കിട്ടാണ് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു അംഗീകാരം അല്ലെ, പബ്ലിക്കിന്റെ ഇടയിലൊക്കെ ഒരു നല്ല അംഗീകാരം കിട്ടുകയാണ്. ശരിയാണോ? അങ്ങനെ കിട്ടില്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ള നല്ല കഴിവുള്ള വ്യക്തികളൊക്കെ നിയോഗിച്ചു കഴിയുമ്പോൾ സമൂഹത്തില് നല്ല അംഗീകാരം കിട്ടാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അവര് ഉണ്ടാക്കി കൊണ്ടുവരുന്ന നയങ്ങളൊക്കെ എല്ലാവരും അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. And to provide opportunities for training and research in all sides of a hospital service, health care delivery system and health care administration. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്, എപ്പോഴും എന്താണ് അവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളും നടപ്പാക്കി നല്ലത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഫോളോ ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അല്ലെ. കേസ് ചീത്തയാണെങ്കിൽ എന്താണ് ഒരുപാട് വഴി കേൾക്കേണ്ട വരും അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്കും അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. To provide opportunities for training and research in all sides of a hospital service, healthcare delivery system. In case അത് ഹോസ്പിറ്റലിന്റെ എന്തെങ്കിലും സർവീസുമായിട്ടുള്ള കാര്യമായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ സേവനം വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ടതായിരിക്കും, ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഒരു ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഒരു ഗവേഷണം നടത്താനൊക്കെ ആയിട്ട് അതിനെ അല്ലെ അതിനുള്ള ഒരു സാധ്യത, ഒരു ഓപ്പർച്യൂണിറ്റീസും ഇതിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു സാധ്യതകൾ ഉണ്ടാകും എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനദണ്ഡങ്ങൾ കണ്ടെത്താനായിട്ട് അങ്ങനെ എന്തെങ്കിലും അല്ലെ സമൂഹത്തിന്റെ ഇടയിൽ പേര് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല അവയർനെസ് ഉണ്ടാക്കി തീർക്കാനായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊരു നല്ലൊരു നേട്ടം തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. നെക്സ്റ്റ് പോയിന്റ് കുറച്ചും കൂടി എടുക്കാം. ഇതുവരെ ഒന്ന് വായിച്ചു നോക്കാം. രണ്ട് മൂന്ന് പോയിന്റും കൂടി എടുത്തോട്ടെ. രണ്ട് പോയിന്റും കൂടി കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, നോക്കാം. നമുക്ക് കുറച്ച് ക്ലാസ് പെൻഡിങ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. Okay, to renovate the knowledge and skill of the health and hospital administrators and other personnel included in the management of a healthcare organization by way of a continuous education and research. തുടർച്ചയായിട്ടുള്ള ഈ ഒരു വിദ്യാഭ്യാസം അല്ലെ, തുടർച്ചയായിട്ടുള്ള ഗവേഷണമൊക്കെ നടത്തുമ്പോൾ നയങ്ങളൊക്കെ രൂപീകരിച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ച് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോന്നൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വീണ്ടും വരുത്തി അങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന ചില നയങ്ങളെല്ലാം അല്ലെ, ചിലപ്പോഴെങ്കിലും എന്താണ് അങ്ങനെ നയങ്ങളെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ എന്താണ് ഇവർക്ക് കൂടുതലായിട്ട് അവിടെയുള്ളവർക്ക് അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് എന്താണ് കൂടുതലായിട്ടുള്ള നോളജും കഴിവും വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ്. ഉണ്ടാവില്ലേ? To renovate the knowledge and the skill of health and hospital administrators and other personnel included in the management. മാനേജ്മെന്റിലുള്ള മറ്റേതെങ്കിലും പേഴ്സൺസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരുടെയൊക്കെ എന്താണ് അവരുടെ അറിവും കഴിവും വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം എന്തുകൊണ്ടാ അവരെപ്പോഴെങ്കിലും എന്താണ് ഇത്തരത്തിലുള്ള ഒരു നയങ്ങളൊക്കെ രൂപീകരിക്കുന്നു, അതിനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നു, അതിനെയൊക്കെ എവാലുവേറ്റ് ചെയ്യുന്നു, വീണ്ടും പുതിയ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നു അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ് അവർക്ക് നോളജും സ്കില്ലും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. ടു എൻകറേജ് ആൻഡ് ഗ്രാൻഡ് റെക്കഗ്നേഷൻ. കിട്ടിയില്ലേ? ആ പോയിന്റ് കിട്ടിയില്ലേ? To renovate the knowledge and the skill of the health. Okay. സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയോ? To renovate. ആരും റിപ്ലൈ തരുന്നില്ല.
ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? Okay. To encourage and grant recognition to research in the field of health and hospital management, and to accord awards, scholarship and assistance in other suitable forms to deserving individuals and institutions. Okay, നമ്മളിപ്പോ നല്ല ഒരു ഇതുകളൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, നല്ല ആശയങ്ങളൊക്കെയാണ് രൂപകൽപ്പന ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അംഗീകരിക്കും അല്ലെ. അതിന് ആ ഒരു പ്ലേസിൽ ചിലപ്പോ ഏതെങ്കിലുമൊക്കെ അല്ലെ പഞ്ചായത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും അല്ലെ. നല്ല ഒരു തീരുമാനമാണ്, നല്ലൊരു സേവനമാണ് നിങ്ങൾ കാഴ്ചവെച്ചത്, അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രാമാണ് കണ്ടക്ട് ചെയ്തത്. അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ലൊരു അവാർഡൊക്കെ കിട്ടാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. To encourage and grant recognition, നല്ലൊരു അംഗീകാരം കിട്ടുന്നു. To research in the field of health and hospital management. Okay, hospital management അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷയ്ക്കൊക്കെ നല്ലൊരു അംഗീകാരം കിട്ടുന്നു. And to accord award, scholarship and assistance in other suitable forms to deserving individual and institution. ആ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നല്ലൊരു അവാർഡൊക്കെ കിട്ടാനൊക്കെ ആയിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾ എന്തായാലും ബോറടിച്ചിട്ടുണ്ടാവും, കാരണം കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തത്. എനിവേ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ് തുടങ്ങി ഇത്രയും ഇതുണ്ടാവില്ല കേട്ടോ, ബോറടി ഉണ്ടാവില്ല. കാരണം അടുത്ത ക്ലാസ് തുടങ്ങി നമുക്ക് ചെറിയ ചെറിയ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാൻ. അപ്പൊ നിങ്ങൾ അത് ഇച്ചിരി കൂടി ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് ക്ലാസ് നല്ല രസമായിട്ടൊക്കെ കൊണ്ടുപോകും. ഓക്കെ, ഇനിയുള്ള ക്ലാസ്സിൽ അതാണ് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നമുക്ക് ഇനി എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് എക്യുപ്മെന്റിന്റെ ഉണ്ട് അല്ലെ. വേറെ ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ എടുക്കാനായിട്ട്? മെഡിക്കൽ എക്യുപ്മെന്റ് ഉണ്ട്. വേറെ എന്തെങ്കിലും? ഇല്ല. ഓക്കെ, മെഡിക്കൽ എക്യുപ്മെന്റ് മാത്രമേ ഉള്ളൂ. Thank you, ma'am. Thank you. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.